എന്നാലും ദൈവത്തിന്റെ ഒരു കളി നോക്കിയ മോളിക്കുട്ടി. കളരിക്ക വീട്ടിൽ എന്ത് ചടങ്ങ് നടന്നാലും അതിൽ പങ്കെടുക്കാതിരിക്കാൻ ഗാഥയ്ക്കൊരു കാര്യം ഉണ്ടാവും. അതിൽ പങ്കെടുക്കുന്ന ആരാ? നമ്മുടെ കൃഷ്ണ. ഇപ്പൊ ഈ വിഷുവിന് കൃഷ്ണ കളരിക്കലെത്തുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയോ? പക്ഷേ ദൈവം വന്ന് വിളിച്ചോണ്ട് പോയതുപോലെ കൃഷ്ണ അവിടെ എത്തുകയും അവിടുത്തെ മുഴുവൻ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇതൊക്കെ എന്തിന്റെ തെളിവാ? ദുബായ് മാമൻ ഉദ്ദേശിക്കുന്ന എനിക്ക് മനസ്സിലായി. അത് ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളത്. കാലം എത്ര കഴിഞ്ഞാലും നവീൻ അവൾക്കുള്ളത് തന്നെയാ. അതങ്ങനെ വരൂ മോളെ. കൃഷ്ണയുടെ നല്ല മനസ്സിന് ഈശ്വരൻ അവൾക്ക് ആ സമ്മാനം കൊടുത്തിരിക്കും. ഇതെന്തൊരു ശല്യം ഇത്. ഇതിപ്പോ എത്രാമത്തെ കോളാണെന്നറിയോ? എന്താ മോളെ, പയ്യന്മാരാരെങ്കിലും വിളി തുടങ്ങിയിട്ടുണ്ടോ? ആ, ചെക്കന്മാരാണെങ്കിൽ ഒറ്റ വിളി കൊണ്ട് ഞാൻ നിർത്തിച്ചേനെ. ഇത് പക്ഷെ മറ്റവളാ, ഗാഥ. അന്ന് കൃഷ്ണയുടെ കൂടെ പോയപ്പോഴേ എന്റെ നമ്പർ സിത്താര മേഡത്തിന് കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ടാ ആ നാശം പിടിച്ചവളിങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്. ഇനി വിളിച്ച മോള് ഫോൺ എടുക്കാതിരിക്കണ്ട. കാര്യം എന്താണെന്ന് അറിയാലോ. ഇനി ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാ തിരിച്ചു പറയാൻ അറിയാത്ത ആളല്ലല്ലോ മോളിക്കുട്ടി. ഹലോ, എന്തിനാ ഇങ്ങനെ കൂടെ കൂടെ വിളിച്ചോണ്ടിരിക്കുന്നേ? കൃഷ്ണ എവിടെയുള്ളത്? എന്താ ചോദിച്ചേ? നിന്റെ കൂട്ടുകാരി കൃഷ്ണ എവിടെയാ ഉള്ളതെന്ന് എനിക്ക് അവളെ കാണണം. അല്ല, നിങ്ങൾ തമ്മിൽ എന്തിനാ കാണുന്നേ? അത് നീ അറിയണ്ട. കൃഷ്ണ ഇപ്പോ എവിടെയാ ഉള്ളതെന്ന് മാത്രം പറഞ്ഞാ മതി. പറയാൻ ഉദ്ദേശമില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് തെരഞ്ഞു വരും. വരുമ്പോ അവക്ക് പകരം കാണുന്നത് നിന്നെയാണെങ്കിൽ പോലും ബുദ്ധിമുട്ടാവും നിനക്ക്. കുറച്ചു കഴിഞ്ഞാലേ ഇവിടെ അടുത്തുള്ള അംഗനവാടി വിടും. അവിടുത്തെ പിള്ളേര് വരുമ്പോഴേ അവരുടെ കയ്യിൽ ഞാൻ ഫോൺ കൊടുക്കാം. നിന്റെ തീര ഭീഷണിയൊക്കെ അവരോട് മതി. അത് കലക്കടി മോളിക്കുട്ടി, അത് കലക്കി. ആരടിയത്? ആർക്കാ ഇത്ര സന്തോഷം? ഹലോ, താനാരാ? എന്നെ എല്ലാരും ദുബായ് മാമനെന്നാ വിളിക്ക. കൃഷ്ണേ അതെ. ഓ, അപ്പൊ എല്ലാവരും കൂടി ഒന്നിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടിയാണോ എന്റെ മമ്മിയെ ഇല്ലാതാക്കാൻ നോക്കുന്നേ? ഇല്ലാതാക്കാൻ നോക്കുന്നു. അങ്ങനെ ചെയ്തതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതേ എന്റെ മമ്മിയെ. മമ്മിയെ ഒരാൾ ദ്രോഹിച്ചാൽ പിന്നെ അയാള് ജീവിച്ചിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മോളെ, മോള് വെറുതെ പ്രഷർ കേറ്റല്ലേ. പിന്നെ മോളിക്കുട്ടി പറഞ്ഞ പോലെ അംഗനവാടി വിടുന്ന കഥ എനിക്കും പറയേണ്ടി വരും. ഈ കളിയാക്കാനുള്ള ശേഷി തനിക്ക് എപ്പോഴും ഉണ്ടാവണം. താൻ എഴുതി വെച്ചോ, നിങ്ങൾ ഒരെണ്ണത്തിനെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇങ്ങ് തന്നെ. ഞങ്ങളും ഇവിടെ പുറത്തുനിന്ന് വരുന്നവരെ സ്വീകരിക്കാനേ നമ്പർ 1 തന്നെയാ. പൊന്നുമോൾക്കുള്ള വിരുന്ന് ഞങ്ങൾ തന്നെ തയ്യാറാക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് പോടി. മോളിക്കുട്ടി, അമ്മ ഇത് എങ്ങോട്ടേക്ക് പോകുന്നേ? അമ്മേ, ഇതെന്തു പറ്റി? അമ്മ ഇത് എങ്ങോട്ടേക്ക് പോകുന്നേ? ചേട്ടാ, വണ്ടി എടുക്ക. അമ്മേ, മോളിക്കുട്ടി, വണ്ടി ആ ഓട്ടോയുടെ പിറകെ വിട്ടെ. ബാക്കിയേറി. പിറകെ വിട്ടെ, വണ്ടി മിസ്സാക്കല്ലേ. അതെന്താ നീ വിളിച്ചത് അമ്മ കേട്ടില്ലേ? കേട്ടെന്നാ എനിക്ക് തോന്നിയത്, പക്ഷെ നിന്നില്ലല്ലോ. അയ്യോ, ഇനി വയ്യാണ്ട് എങ്ങാനും ആയിക്കാണോ? നീ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. ആ, അയ്യോ, അമ്മ ഫോണ് കട്ട് ചെയ്തല്ലോ. അമ്മ വീണ്ടും വീണ്ടും ഫോൺ കട്ട് ചെയ്തോണ്ടിരിക്കാം. ഫോൺ കട്ട് ചെയ്തോ? എങ്കിൽ പിന്നെ നീ അറിയാത്ത വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോവാണല്ലോ. ഏയ് അമ്മ, ഞാൻ അറിയാതെ എവിടെ പോവാനാ? ചിലപ്പോ ഫോണിന് എന്തെങ്കിലും കംപ്ലൈന്റ് ആയതായിരിക്കും. നീയേ വണ്ടി വേഗം ഒന്ന് വിട്ടെ. എന്തായി? അയ്യോ,
ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നു. എന്തൊരു കഷ്ടാ ഇത്. അതെ, നീ പേടിക്കണ്ട. ഓട്ടോയെ നമുക്ക് എങ്ങനെയെങ്കിലും മറികടക്കാം. എനിക്ക് പ്രോബ്ലംസ് ഒന്നുമില്ല. എനിക്ക് നിങ്ങളുടെ ഹെൽപ്പും ആവശ്യമില്ല. എന്റെ പൊന്നു മോളെ, കാര്യമൊക്കെ ശരിയാണ്. ഞങ്ങളെയൊക്കെ നിങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥ പ്രശ്നം അമ്മാവനറിയാം. അല്ല, ഈ രണ്ട് ഗാഥ ഉണ്ടെന്ന് ഞങ്ങൾ പറയുന്നത് വെറുതെ അല്ലല്ലോ, അത് സത്യമല്ലേ? മോളതെ ഉള്ള കാര്യങ്ങൾ നേരെ ചൊവ്വേ ഇങ്ങോട്ട് പറഞ്ഞ അമ്മാവൻ അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാം. അത് തന്നെ, നിങ്ങളും ഒരുമിച്ചുള്ള ജീവിതം, നവീനുമായിട്ടുള്ള ജീവിതം, അത് ഞാൻ റെഡിയാക്കി തരാം. വേണോ? തന്റെ പ്രശ്നം എന്താടോ? അമ്മാവൻ നോക്കി, പെരുവഴിയിൽ തടഞ്ഞു നിർത്തി തന്റെ ഈ അമ്മാവൻ സ്നേഹം ഉണ്ടല്ലോ, നല്ലൊരെണ്ണം വെച്ചേരാഞ്ഞിട്ടാ. ആവശ്യമില്ലാത്ത റൂട്ടിലോട്ടൊന്നും കയറി പോകല്ലേ മോളെ. കളരിക്കൽ വീട്ടിന്റെ അകത്ത് ഉദയം ചിലപ്പോ ആണത്തില്ലാത്തവനായിരിക്കാം, പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാലേ ഉദയം പുലിയാണ് പുപ്പുലി. താൻ പുലിയായാലും പൂച്ചയായാലും എനിക്കൊന്നുമില്ല. താനും തന്റെ ഭാര്യയും തന്റെ മകളും കൂടി ആ കുടുംബത്ത് കാണിച്ചു കൂട്ടുന്ന സകല വൃത്തികേടുകളും ഞാൻ കണ്ടിട്ടുള്ളതാ. താനിപ്പോ എന്റെ പ്രശ്നം പരിഹരിക്കാൻ വരുന്നുണ്ടല്ലോ. തന്റെ മകളുടെ പ്രശ്നങ്ങള് എന്താണെന്ന് ആദ്യം പോയി ചോദിക്കണം, എന്നിട്ട് അത് പരിഹരിക്കാം. എന്നിട്ട് അത് പരിഹരിച്ചു കഴിയുമ്പോഴേ അടുത്തത് തന്റെ ഭാര്യക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കണം. അതിനുള്ള ആണത്തം കാണിക്കണം. എന്നിട്ട് മതി ഗാഥ ശ്രീനിവാസന് ഉപദേശിക്കാൻ വരുന്നതും ജീവിതം മെച്ചപ്പെടുത്തുന്നതും ഒക്കെ. മനസ്സിലായി. കള്ളത്തരം പിടിച്ചു എന്ന് മനസ്സിലായപ്പോ എന്നെ മേക്കിട്ട് കയറാണല്ലേ. പക്ഷെ മോളെ, ഇതുകൊണ്ടൊന്നും ഒരു ഫലമില്ല കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ നവീന്റെ മുമ്പിൽ രണ്ട് ഗാഥയുണ്ടെന്ന് ഞാൻ തെളിയിക്കും. ഉദയനാ പറയുന്നത്. തനിക്ക് എന്നെ ശരിക്കും അറിയാഞ്ഞിട്ടാ മിസ്റ്റർ. എന്റെ വഴിയില് എനിക്കൊരാള് തടസ്സം നിന്നാൽ ആ തടസ്സം ഗാഥ ശ്രീനിവാസ് അങ്ങ് മാറ്റിയിരിക്കും. അതൊരു പക്ഷേ അയാളെ കൊന്നിട്ടാണെങ്കിൽ പോലും. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞ നിർമ്മലയുടെ വളർത്തുപട്ടിയായിട്ട് തനിക്ക് കളരിക്കല് ഇനിയും കഴിയാം. അതല്ല ഗാഥയുടെ നേർക്ക് ഇനിയും വരാനാണ് ഉദ്ദേശമെങ്കിലേ